Good morning and welcome to my channel. ഞാൻ ചിന്മയി. ഇത് നമ്മളുടെ സ്കോട്ട്ലൻഡ് സീരീസിലെ ഡേ 2 വ്ലോഗാണ്. ഇത് നമ്മളുടെ ക്യാബിനാണ് ഇൻ an ഐലൻഡ് ഐൽ ഓഫ് സ്കൈ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? സോ ഇന്നത്തെ ദിവസം വളരെ പാക്ഡ് ആൻഡ് പ്ലാൻഡ് ആയിട്ടുള്ള ദിവസമാണ്. സോ ഫസ്റ്റ് തിങ് ഇൻ ആ പ്ലാൻ ഇസ് എ ട്രെക്ക്. ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളിപ്പം പോകുന്നത്. നല്ല വളവും തിരിവുമുള്ള റോഡാണ് ഇവിടെ. ചില സ്ഥലത്ത് ഒരു കാറിന് പോകാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടാവൂ. ആൻഡ് എനിക്ക് തോന്നുന്നു 50 മീറ്റേഴ്സാന്നു. എല്ലാ 50 മീറ്റേഴ്സ് കൂടുമ്പോൾ ഒരു പാസിംഗ് സ്പേസ് ഉണ്ടാവും. നമ്മൾ മുന്നിൽ ഒരു കാറ് കണ്ടാൽ ആ പാസ് ഏരിയയിൽ നമ്മൾ പാർക്ക് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു വെയിറ്റ് ടിൽ ദി അതർ കാർ ക്രോസസ്. ആൻഡ് ഇവിടെ ഹൈലാൻഡ്സിൽ ജനറലായിട്ട് കുറേ കാരവൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. പീപ്പിൾ ആർ ട്രാവലിംഗ് വിത്ത് ദ ഫാമിലി ആൻഡ് ഓരോ ക്യാമ്പ് സൈറ്റിൽ പാർക്ക് ചെയ്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് സൈറ്റ്സിൽ വെള്ളം, ഇലക്ട്രിസിറ്റി, ബാത്റൂം, അങ്ങനെ പല ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രെക്ക് സൈറ്റിൽ ഓൾമോസ്റ്റ് എത്താനായി. ഇവിടെയാണ് നമ്മൾക്ക് കയറി പോവേണ്ടത്. ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. പേ ആൻഡ് പാർക്കാണ് ആസ് യൂഷ്വൽ. സോ നമ്മൾ വന്നിരിക്കുന്നത് ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ്. അൻസിബർ എന്ന മൗണ്ടന്റെ മേലെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറഞ്ഞ ഈ സ്ട്രക്ചർ. അങ്ങനെ നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഓൾമോസ്റ്റ് 4 കിലോമീറ്ററിന്റെ ട്രെക്ക് ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ. നല്ല മൗണ്ടന്റെ മേലെ നിറച്ചും ക്ലൗഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് അതിന്റെ മേൽഭാഗം എന്താണെന്ന് ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. വഴിയിൽ നിറയെ ചെറിയ പൂക്കളും ചെറിയ സ്ട്രീംസും നല്ല ക്യൂട്ടായിട്ടുള്ള ഷീപ്സും ഉണ്ടായിരുന്നു. ആൻഡ് തിരിഞ്ഞു നോക്കിയാൽ അപാര വ്യൂ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഈ ഓൾഡ് മാൻ എന്ന ഈ സ്ട്രക്ചറില്ലേ, ഈ പാറ വിച്ച് വി ആർ ഗോയിങ് ടു സീ സൂൺ, അത് ഓൾമോസ്റ്റ് 2800 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. അത് അത്രയും പഴക്കമുള്ള ഒരു വോൾക്കനോ കാരണമാണ് ഇത് ഉണ്ടായത്. ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള നാടോടി കഥ പ്രകാരം ഈ ഐലൻഡിൽ വലിയ ജയൻസ് ആയിരുന്നു പണ്ട് താമസിക്കാറ്. അങ്ങനെ ഒരു സമയത്ത് 2 വലിയ ജയൻസ് തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തില് ഒരു ജയന്റ് മറ്റേ ജയന്റിനെ ഭൂമിന്റെ അടിയിലേക്ക് തള്ളിയിട്ടു. പിന്നെ ആ ജയന്റ് പുറത്തേക്ക് വരാൻ നോക്കി. അപ്പം അയാൾക്ക് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിച്ചില്ല മുഴുവനായിട്ടും. അയാളുടെ വിരൽ മാത്രമാണ് പുറത്തേക്ക് തള്ളി വന്ന് നിൽക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു മാന്യമായ കഥ. ഈ ഗേറ്റിനപ്പുറത്താണ് സ്റ്റെപ്സ് സ്റ്റാർട്ട് ആവുന്നത്. അത് കുറച്ചൊരു ടയറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ബ്രേക്സ് എടുത്തു ഇൻ ബിറ്റ്വീൻ. അതിനെ ഒരു ഫോട്ടോ ബ്രേക്ക് ആക്കി മാറ്റി. മേലോട്ട് നോക്കുമ്പോൾ ശരിക്കും വേറെ ഏതോ സമയത്തേക്കോ വേറെ ഏതോ സ്ഥലത്തേക്കോ ട്രാൻസ്പോർട്ട് ആയി പോയതുപോലെ ഉണ്ടായിരുന്നു. എന്തോ ഒരു ഭയങ്കര പീസ്ഫുൾ ഫീലിംഗ് ആയിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ದಾರು ಶಾರ್ಪ್ನರ್ ಉಂಡು ಶಾರ್ಪ್ ಇದು ಚೋಲಿಂಡು
फॉल्स अभी नजदीक है 6 मिनट में. Oh, then we can go that and come back. क्या? लीड फॉल करके आते. कपड़े पहने नहीं. हाँ, then we'll cover Lid Falls and come back. ठीक है, चलो अभी जाते हैं घर पे. Okay, Mithu, so plan is set. Okay. चलो. എന്താ തോന്നുന്നു? ഇതൊക്കെ എന്ത്? पाय पडेल मरेल ती. കാറ്റർപില്ലറിനെ രക്ഷിച്ച രക്ഷകൻ. എനിക്ക് പത്മശ്രീ വേണം. ഓക്കെ, ആരാത്? പത്മശ്രീ ആരാ? നമ്മൾ വന്ന വഴി ഇതാ കാണുന്നുണ്ട്, നമ്മൾ വന്ന റോഡ് കാണുന്നുണ്ട്. ഇതാ നമ്മൾ ഇതിലൂടെയാണ് വന്ന് അവിടെ ഒരു പോയിന്റിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇത് ഇവിടുത്തെ ഗാലിക് ലാംഗ്വേജിലാണ് എഴുതിയത്. ഫൈനലി റീച്ച്ഡ് കാർ. അങ്ങനെ വി കെയിം ബാക്ക് ടു അവർ ക്യാബിൻ. ഒന്ന് ഫ്രഷ് ആയി ആൻഡ് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ഓൾ ദ ഹാർഡ് വർക്ക് ദറ്റ് വി ഡിഡ് ഇൻ ദ മോർണിംഗ്. ലഞ്ച് ടൈം. സോ അവർ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലീത്ത് ഫോൾസ് എന്ന് പറഞ്ഞ ഒരു ഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. ഒരു സൈഡിൽ വലിയ മലകൾ, അപ്പുറത്തെ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇറ്റ് വാസ് ടു ഗുഡ്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കുറേ കാർസ് നിർത്തിയത് കണ്ടു. അപ്പം ഞങ്ങളും നിർത്തി എന്താണെന്ന് നോക്കാൻ. പോയി നോക്കിയപ്പോഴാണിതാ. ചാണകം ചവിട്ടിയ ധീരജ്. ये मतलब बकरी का है, टेंशन नहीं है. बकरी का है क्या, किसका है पता नहीं. बकरी का है, बकरी का है, इंसान का नहीं है. यहाँ पे अलाउड है इंसान को. എന്താ വെച്ചാൽ ഓഫ് സീസൺ ആണ്, അത്ര മഴയൊന്നും ഇല്ലാത്ത സമ്മറിലായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. സോ സമ്മർ സീസൺ ആയതുകൊണ്ട് അത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു. സോ അത്ര വെള്ളം ഇല്ലാത്തൊരു വെള്ളച്ചാട്ടമായിരുന്നു ഇത്. ഈ ഏരിയയിൽ സാൽമൺ എന്ന ഫിഷ് ഇല്ലേ, അതിനെ ഫിഷ് ചെയ്യുന്നത് വളരെയധികം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഫിഷർമെൻ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഫിഷിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് കിൽട്ട് റോക്ക് എന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് 10-15 മിനിറ്റിൻ്റെ ഡ്രൈവാണ് കേട്ടോ, ഫ്രം ഈച്ച് അതർ. സോ ഇതാണ് കിൽട്ട് റോക്ക്. ഇവിടെ തന്നെ നമുക്ക് ഡൈനോസർ ഫുട് പ്രിന്റ് കിട്ടിയിരുന്നു. അതിനെ ഇവർ സിമെന്റിൽ പതിച്ച് വെച്ച ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കി അവർ മാറ്റി, സോ ദാറ്റ് വി ക്യാൻ ഓൾസോ സീ. അപ്പം നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ സൈസൊക്കെയാണ് കേട്ടോ ആ ഡൈനോസറിൻ്റെ ഫുട് പ്രിൻറ്റിൻ്റെ സൈസ്. ചെറിയ ഡൈനോസർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങി. വഴിയിൽ ഒരു ബീച്ചിൻ്റെ സൈൻ ബോർഡ് കണ്ടു ആൻഡ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു. നോക്കുമ്പോൾ അവിടെ കുറേ ഇംഗ്ലീഷ് നാടൻ പശുക്കൾ ഇങ്ങനെ ബീച്ചിൽ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഇത് UK ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, പശുവിനെ ഇങ്ങനെ ബീച്ചിൽ. ഈ ബീച്ചിൽ മെഗലോസോറസ് എന്ന് പറഞ്ഞ ഒരു ഡൈനോസറിൻ്റെ ഒറിജിനൽ ഫുട് പ്രിന്റ് ഉണ്ട്. ആക്ച്വലി ഒറിജിനൽ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട സിമെന്റിൽ പതിച്ചതാണല്ലോ, ഇവിടെ ആക്ച്വൽ ഒറിജിനൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സോ എന്താ വെച്ചാൽ 2001 ഒരു കപ്പിൾ രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്കിനായിട്ട് ബീച്ചിൽ വന്നതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് ഡൈനോസർ ഫുട് പ്രിന്റ് എന്ന പോലത്തെ ഒരു ഫോസിൽ കണ്ടെത്തി. അപ്പം അത് എല്ലാവരെയും അറിയിച്ചപ്പോൾ സയൻറ്റിസ്റ്റ് എല്ലാം വന്ന് പരിശോധിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഒറിജിനൽ ഫുട് പ്രിന്റ് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവർ നോക്കിയപ്പോൾ ഇനിയും 17 ഫുട് പ്രിന്റ്സ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചു.
സോ ഇത് വായിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡൈനോസറിൻ്റെ ഫുട് പ്രിൻ്റ് തപ്പി നടക്കലായിരുന്നു. ഞങ്ങൾ ഡൈനോസറിൻ്റെ ഫുട് പ്രിൻ്റ് കുറേ തിരഞ്ഞു, ബട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലായിടത്തും പൂപ്പലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ വന്ന ആൾക്കാർക്ക് ആർക്കും അറിയില്ല എവിടെയാണ് ഡൈനോസർ ഫുട് പ്രിൻ്റ് ഉള്ളതെന്ന്. അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുമില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് അവർ സെൽസ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. സോ വെരി വെരി സാഡ്ലി തിരിച്ചു പോവാണ്. കണ്ടില്ലേ, ഇവരും തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എവിടെയാണ് ഫുട് പ്രിൻ്റ് എന്ന്. ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് അറിയുന്ന ആൾക്കും ഈ ബീച്ചിൽ ഇതുവരെ സംസാരിച്ച ആൾക്കാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇവരും തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലെത്തി. ദിസ് ഈസ് ദ റൂയിൻസ് ഓഫ് ഡണ്ടലും കാസിൽ. ഇത് ഒരു 14th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു കാസിലാണ്. പക്ഷേ ഇതിനടിയിൽ 500 BC, ദാറ്റ് ഈസ് അയൺ ഏജ് എന്ന സമയത്തിൽ നിർമ്മിച്ച കാസിലുണ്ട്. ആൻഡ് അതിൻ്റെ മേലെ നോർവേയിലെ ഒരു രാജാവ് വന്ന് നിർമ്മിച്ച ഒരു കാസിൽ അതുമുണ്ട്. ആൻഡ് അതിൻ്റെ മേലെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന റൂയിൻസ്, ഈ പൊട്ടിച്ചിതറി കിടക്കുന്ന ഡണ്ടലും കാസിലുള്ളത്. സോ ദാറ്റ് ഈസ് സോ ഓസം ടു തിങ്ക്. എങ്ങനെയാണ് നമ്മൾ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ ഹിസ്റ്ററി ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. കീപ്പിംഗ് ദ ഹിസ്റ്ററി അസൈഡ്, ഇവിടുത്തെ വ്യൂ വാസ് മൈൻഡ് ബ്ലോയിങ്. നല്ല ക്ലിയർ ബ്ലൂ വാട്ടർ കാണുമ്പോൾ തന്നെ ഇറ്റ് വാസ് എ റിയലി ഗുഡ് റിഫ്രഷിംഗ് വ്യൂ. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും വി വർ റിയലി ടയേർഡ് ആൻഡ് റിയലി ഹംഗ്രി. സോ ഞങ്ങൾ വിചാരിച്ചു പോട്രിയിലേക്ക് തിരിച്ചു പോവാമെന്ന്. ആൻഡ് അവിടെ ഒരു പ്രിൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞാൻ എന്തായാലും ഈ ഹോട്ടൽ റെക്കമെൻഡ് ചെയ്യില്ല ഫോർ മെനി റീസൺസ്. ഓക്കെ, സോ അത് കഴിഞ്ഞ് വി ജസ്റ്റ് റെസ്റ്റഡ്. ഇറ്റ് വാസ് എ വെരി ലോങ് ഡേ. സോ ഞങ്ങൾ കുറച്ച് ചില്ല് ചെയ്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ജസ്റ്റ് റെസ്റ്റഡ് ഫോർ സം ടൈം. ആൻഡ് നാളെ ഞാൻ ഡേ 3 വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ. Kita